കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി വ്രതം നോറ്റ് ഈ പുണ്യ മുഹൂർത്തത്തിനായി കാത്ത് ക്ഷേത്ര സന്നിധിയിലും പരിസര പ്രദേശങ്ങളിലും എത്തിയിരിക്കുന്നത്. അതിരാവിലെ മുതൽ തന്നെ കനത്ത ജനപ്രവാഹമായിരുന്നു ക്ഷേത്രത്തിലേക്ക്. KSRTC അടക്കം സർവീസുകൾ നടത്തിയിരുന്നു. വിവിധ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ രാവിലെ മുതൽ തന്നെ പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞിരുന്നു. ഇടറോഡുകളും പൊതുവഴികളും ഒക്കെ തന്നെ പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള സന്നാഹങ്ങൾ 6000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്കായി പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും കൊളുത്തി നൽകിയ ദീപവുമായി ക്ഷേത്ര സഹമേൽശാന്തി പുറത്തേക്ക് വരികയാണ്. വായ്ക്കുരവുകളുടെയും മേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഇതാ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് നൽകിയ ദീപം തെളിയിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അല്പ നിമിഷങ്ങൾക്കകം ആ ദീപം ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള പണ്ടാരടുപ്പിലേക്ക് പകരും. അതോടുകൂടി പുണ്യ പരിപാവനമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കഴിഞ്ഞ എത്രയോ ദിവസം വ്രതമെടുത്ത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നത് ഈ മുഹൂർത്തത്തിന് വേണ്ടിയാണ്. ശരണമന്ത്രങ്ങളുടെ അകമ്പടിയോടുകൂടി വാക്കുകളുടെ അകമ്പടിയോടുകൂടി ദീപം പണ്ടാരടുപ്പിലേക്ക് തെളിയിക്കാൻ പോവുകയാണ്. തുടർന്ന് കതിനാവെടി നടക്കും. അതിനുശേഷമായിരിക്കും ഉച്ചഭാഷയിലൂടെ അറിയിപ്പുണ്ടാവുക. അതിനുശേഷം മാത്രമേ വിവിധയിടങ്ങളിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾ അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ എന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതാ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ക്ഷേത്ര തന്ത്രി തെളിയിച്ചു നൽകിയ ദീപവുമായി ക്ഷേത്ര സഹമേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക് എത്തുകയാണ്. എന്നും വായ്ക്കുറവുകളുടെ അകമ്പടി മാത്രം. ഏറ്റവും പവിത്രമായ ഭക്തി സാന്ദ്രമായ മുഹൂർത്തത്തിനാണ് ആറ്റുകാലും പരിസരവും സാക്ഷ്യം വഹിക്കുന്നത്. മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും കൊളുത്തി നൽകിയ ദീപം ക്ഷേത്ര തന്ത്രി ചെനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊളുത്തി നൽകിയ ദീപം ക്ഷേത്ര മേൽശാന്തി ഏറ്റുവാങ്ങി അത് സഹമേൽശാന്തി കൈമാറിയിരിക്കുന്നു. ഇപ്പോൾ 2013 ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഔദ്യോഗികമായ തുടക്കമായിരിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച പണ്ടാരടുപ്പിലേക്ക് വിളക്ക് തെളിയിച്ചിരിക്കുന്നു. തീനാളം പകർന്നിരിക്കുന്നു. ഇനി കതിനാവെടിയുടെ അകമ്പടിയിൽ തീനാളം പകർന്നിരിക്കുന്നു. തുടർന്ന് ഉച്ചഭാഷണിയിലൂടെ പൊങ്കാലയ്ക്ക് തുടക്കമായി എന്ന അറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. ഇനി നഗരഹൃദയത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് ഈ തീ പകരും. തുടർന്ന് അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരഹൃദയം ഒരു യാഗശാലയായി മാറും. പുകപടങ്ങളുടെയും തീനാളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ മണിക്കൂറുകൾ കാത്തിരുന്നത് ഈ പുണ്യ മുഹൂർത്തത്തിന് വേണ്ടിയാണ്. 2013 ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഔദ്യോഗികമായ തുടക്കം ആയിരിക്കുന്നു. പൊങ്കാലയ്ക്ക് മുന്നോടിയായി ക്ഷേത്ര നടയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തീനാളം പകർന്നിരിക്കുന്നു. ഇനി ഈ തീനാളം ഓരോ അടുപ്പുകളിലേക്കും ലക്ഷക്കണക്കിന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുന്നു. ക്ഷേത്ര സഹമേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുന്നത്. ഇനി അനന്തപുരിയിൽ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന ലക്ഷക്കണക്കിന് അടുപ്പുകളിൽ തീ പകരും. അങ്ങനെ പൊങ്കാല ഉത്സവത്തിന് ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുന്നു തിരുവനന്തപുരം. ഹലോ, ഓക്കെ. പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ്. ഏറ്റവും വലിയ ജനത്തിരക്കുണ്ടായിരുന്ന
പൂർണ്ണമായും പൊങ്കാലക്കരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ പൂർണ്ണമായും പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകർന്നിരിക്കുന്നു. കൃത്യം 10:45 തീ ക്ഷേത്രത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം തീ പകർന്നിരിക്കുന്നത്. പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാഴ്ച തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ മിക്ക മേഖലകളിലും കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നഗരത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നഗരവീഥികൾ പൊങ്കാലക്കലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭക്തി നിർഭരമായ അന്തരീക്ഷങ്ങൾക്കാണ് അനന്തപുരി ഇപ്പം സാക്ഷ്യം വഹിക്കുന്നത്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ചടങ്ങുകളുടെ ഭാഗമായി ഭക്തലക്ഷങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിലെത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ഭക്തിപൂർവമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് തിരുവനന്തപുരം ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഏകദേശം 5 കിലോമീറ്ററോളം ചുറ്റളവിൽ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് പ്രധാന വീതികളൊന്നുമില്ല, മറ്റു സ്ഥലങ്ങളിലില്ല. സ്വകാര്യ വ്യക്തികളുടെ അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തിരക്കാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ വന്ന് തമ്പടിച്ചിരുന്ന ഭക്തജനങ്ങളാണ്. അവരുടെ ഭക്തിയുടെ നിർവൃതി വരുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഗരത്തിലെത്തി കാത്തുകിടന്നിരുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൊങ്കാലക്കരങ്ങളിലേക്ക് അഗ്നി പകർന്നിരിക്കുന്നു. ഇനി പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷമാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി സ്ത്രീകൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നു. പൂർണ്ണമായും 2:30 ഉച്ചയ്ക്ക് 2:30 വരെ പൊങ്കാലയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കും. അതിനുശേഷം 2:30 പൊങ്കാല നിവേദ്യ ചടങ്ങ് നടക്കുക. അതുവരെ ക്ഷേത്രത്തിലും ഒപ്പം തന്നെ നഗരവീഥികളിലും വലിയ ജനത്തിരക്ക് തന്നെ അനുഭവപ്പെടും. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരിൽ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരേക്കും ഭക്തജനങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെത്തിയ ഭക്തജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ജലദൗർലഭ്യം അനുഭവപ്പെട്ടതായി നമുക്ക് അറിയാൻ കഴിയുന്നില്ല. സർക്കാരിന്റെയും മറ്റ് ഏജൻസികളിലും ഏർപ്പെടുത്തിയ ബദൽ സംവിധാനങ്ങൾ ഫലം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല പൂർണ്ണമായും മറ്റൊരു തടസ്സങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്ന് വേണം നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ. കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടും ഭക്തലക്ഷങ്ങൾ കാത്തുനിൽക്കുകയായിരുന്നു ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ മുഹൂർത്തത്തിന് വേണ്ടി. അതാണിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അടുപ്പുകളിലേക്ക് തീ പകർന്നു. ഇനി തങ്ങളുടെ നിവേദ്യച്ചോറ് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കേണ്ടത്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലൂടെ തിരുവനന്തപുരം കടന്നുപോകുന്നു. നഗരവീഥികൾ പൂർണ്ണമായും വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിന് വേദിയായിരിക്കുന്നു. ഭക്തലക്ഷങ്ങൾ നഗരവീഥികൾ കൈയടക്കിക്കൊണ്ട് തന്നെ ഭക്തിയുടെ ഭാഗമായി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, തിരുവനന്തപുരം നഗരവീഥികൾ മുഴുവൻ പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 10:45 ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന പണ്ടാര അടുപ്പിലേക്ക് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്നത്. അതിനുശേഷമാണ് തലസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് തീ പകർന്നുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരത്തെ നഗരവീഥികളിൽ ആറ്റുകാൽ ക്ഷേത്രത്തിന് അടുത്തും അതിന് പരിസരത്തുമുള്ള 10 കിലോമീറ്ററോളം ചുറ്റളവിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരത്ത് പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് ചേർന്നു. സജിത്ത്, ഇന്നലെ 4 ഇടങ്ങളിൽ പൈപ്പ് പൊട്ടിയത് ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു.
ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ടോ? ആറ്റുകാൽ പൊങ്കാലയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? തിരുവനന്തപുരം നഗരത്തിലെ ജലദൗർലഭ്യ പ്രശ്നങ്ങൾ, ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ പൊങ്കാലയെ ബാധിച്ചതായി നിലവിൽ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നില്ല. നമുക്ക് അറിയാം, തിരുവനന്തപുരത്തേക്ക് വെള്ളമെത്തിക്കുന്ന അരുവിക്കര ഡാമിൽ നിന്നുള്ള പ്രധാന പൈപ്പിൽ 4 ഇടങ്ങളിൽ ഇന്നലെ തകരാറുണ്ടായിരുന്നു. ഈ തകരാറ് പൊങ്കാല ചടങ്ങുകളെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ നഗരത്തിന്റെ പല മേഖലകളിലും ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലേക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടായി. എന്നാൽ സർക്കാർ അടിയന്തരമായ ചില നീക്കങ്ങൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു. ബദൽ സംവിധാനങ്ങൾ, പൊങ്കാല ചടങ്ങുകളെ ഈ കുടിവെള്ള പ്രശ്നം, പൈപ്പ് ലൈനിലുണ്ടായ തകരാർ ബാധിക്കാതിരിക്കാൻ വേണ്ടി വേണ്ടത്ര തയ്യാറെടുപ്പുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. മുഖ്യമന്ത്രി ഇതനുസരിച്ചുള്ള ഉറപ്പുകൾ നൽകിയിരുന്നു. ഇതിന്റെ ഫലം കണ്ടു എന്ന് വേണം നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം തിരുവനന്തപുരത്തെ കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമാകുന്നത് പൊങ്കാല ചടങ്ങുകളെ ബാധിക്കാനുള്ള സാഹചര്യം ഇങ്ങനെയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ക്ഷേത്ര പരിസരത്ത് കുടിവെള്ളം ലഭ്യമായാൽ തന്നെ മറ്റു മേഖലകളിൽ വെള്ളം എത്താതിരുന്നാൽ അത് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇന്നലെ ക്ഷേത്ര പരിസരത്ത് മാത്രമാണ് രാത്രിയിൽ കുടിവെള്ളം ലഭിച്ചിരുന്നത്. മറ്റു സ്ഥലങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ സർക്കാരിന്റെയും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും കുടിവെള്ളം ആറ്റുകാൽ പൊങ്കാല ബ്രോട്ട് യു ഇൻ അസോസിയേഷൻ വിത്ത് ഒന്നാം സമ്മാനം 1 കോടി രൂപ, മറ്റനേകം സമ്മാനങ്ങളും. കാരുണ്യ ഭാഗ്യക്കുറി ഒരു പുണ്യമാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ഓസ്ട്രേലിയക്കെതിരായ